നമസ്കാരം. കുറ്റിക്കാട്ടിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ തന്നെ വർക്ക് ചെയ്ത ഞങ്ങൾ കുറേ പേരുടെ അധ്വാനമാണ് ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന വീട്. എല്ലാവരുടെയും സ്വപ്ന വീട് എന്ന് തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു സ്വപ്ന വീടാണിത്. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരന് താമസിക്കാൻ പറ്റുന്ന ഒരു വലിയ വീട്, അല്ലെങ്കിൽ ചെറിയ വീട്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഈ വീട്. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഒരു വീട് വെച്ച് താമസിക്കാനോ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ എന്തൊക്കെ കുറവുകളുണ്ട്, ഇല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ ഇനി ആഡ് ചെയ്യണം, ഇനി എന്തൊക്കെ ആഡ് ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്ക് കഴിഞ്ഞ ഒരു വീട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒക്കെ വെരി ഗുഡ് 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ ഗുഡൊന്നും അല്ലാന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്തായാലും നെഗറ്റീവ്സ് ആയാലും നോ ആയാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊക്കെ വീഡിയോ ഉൾപ്പെടുത്തണം, ഏതൊക്കെ വീഡിയോ ഉൾപ്പെടുത്തണ്ട എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ നമുക്ക് ഗേറ്റ് തുറന്ന് നമുക്ക് ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഇതിൻ്റെ ഹൗസ് ഓണർ സാറിനോടാണ് നമുക്കൊരു നന്ദി പറയാനുള്ളത്. അപ്പോൾ സിൻസിയർ താങ്ക്സ് ടു സാർ. പേര് പറയാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഈ വീടിൻ്റെ ഇപ്പോൾ ഈ കാണുന്ന ഈ പോർഷനൊക്കെ ഇങ്ങനെ ആക്കി തീർത്തത്, ഇതിൽ ശരിക്കും പടവ് തൊട്ടിട്ട് പ്ലാസ്റ്റിക് പണി അങ്ങനെയുള്ള എല്ലാ വർക്കുകളും ചെയ്തിരിക്കുന്നത് അയ്യപ്പൻകുട്ടി മണ്ണാർക്കാടാണ്. അയ്യപ്പൻകുട്ടി മണ്ണാർക്കാടിനൊപ്പം സജി, ഉണ്ണി, അപ്പു, സജീബായ് എല്ലാവരും കൂടിയ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീട് ഈ രൂപത്തിലായിരിക്കുന്നത്. അതുകൂടാതെ സതീഷ് മണ്ണാർക്കാടിൻ്റെ പെയിൻറ്റിങ്, പുട്ടി വർക്ക്, അതുപോലെ തന്നെ ഈ മൊത്തം ഈ പില്ലറിൽ കാണുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ, ഈ പില്ലറൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അയ്യപ്പൻകുട്ടി മണ്ണാർക്കാടിൻ്റെ ഒരു കലാവിരുതാണ്. അതുപോലെ സജി മണ്ണാർക്കാട്, അസിസ്റ്റൻ്റ് ബൈ സജി മണ്ണാർക്കാടിൻ്റെ ഒരു കലാവിരുതാണ് ഈ പില്ലറിൻ്റെ ഡിസൈനൊക്കെ. ബാക്കി വർക്കുകളൊക്കെ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം. ഇപ്പോൾ നേരെ സിറ്റ് ഔട്ട് എൽ കോർണറിൽ സ്ഥിതി ചെയ്യുന്നു. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറിയിട്ടുണ്ടെങ്കിൽ നേരെ ഹാളിലേക്ക്. മിക്ക വീടുകളിലും അങ്ങനെ അതുപോലെ തന്നെയാവും. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സിറ്റ് ഔട്ടും പോർച്ചും വിട്ടിട്ടാണ്. നമുക്ക് പോർച്ച് റൈറ്റ് സൈഡിലായിട്ടും സിറ്റ് ഔട്ട് എൽ ഷേപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും വീഡിയോ ഫുള്ള് ഫാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ടാവും. ഇഷ്ടപ്പെട്ടവർ മാത്രം കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുകയെ എന്താ വെച്ചാൽ അവരിഷ്ടം പോലെ ചെയ്യുക. എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ചെയ്യല്ലേ, ലൈക്ക് ചെയ്യുക. അതേപോലെ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഫ്ലോറൊക്കെ കണ്ടില്ലേ, അടിപൊളിയാണ്. തറയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതൊക്കെ അയ്യപ്പൻകുട്ടി മണ്ണാർക്കാട്, അതുപോലെ തന്നെ ഉണ്ണി, സജീവായി എല്ലാവരും. ഇതാണ് നമ്മുടെ ഹാളിൽ വന്നിട്ട് ഫുള്ള് സെറ്റി കോർണർ സിമ്പിൾ ഡിസൈൻ ആണെങ്കിലും വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലം നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ സി കോർണറാണ് ഇപ്പോൾ നമ്മുടെ ഈ ഹാളിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കിട്ടുന്നുള്ളൂ. ബാക്കി പാസേജ് സ്ഥലമായിട്ടാണ് മാറുന്നത്. പക്ഷേ അത് മതി നമുക്ക് വിസിറ്റേഴ്സിനെയൊക്കെ പിടിച്ചിരുത്തി ഒരു 10 മിനിറ്റ് നേരം സംസാരിച്ച് ഇരിക്കാനൊക്കെ ഈ സ്ഥലം തന്നെ ധാരാളം മതി. ഇപ്പോൾ ഇതിൻ്റെ കർട്ടൻ ഒരു അടിപൊളി ഡിസൈനാണ്. കർട്ടൻ ഒന്ന് വലിച്ചിരുന്നുണ്ടെങ്കിൽ കർട്ടൻ പുറത്തേക്കൊന്നും കാണില്ല, ഉള്ളിലേക്കും കാണില്ല. ഒന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഡിസൈനായിട്ട് അങ്ങനെ അതുപോലെ നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതാണ് TV സ്റ്റാൻഡ്, കീബോർഡ്, ബാക്കി വയറിങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ഒക്കെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ അടിപൊളി ഒരു രൂപ. സെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ ഹാളിൽ നിന്ന് ഇപ്പോൾ കടക്കുന്നതിന് ഡൈനിങ് ഹാളിലേക്കാണ്. ഈ ഡൈനിങ് ഹാളിൽ നിന്ന് ഇപ്പോൾ നേരെ സ്ഥിതി ചെയ്യുന്നത് വാഷിംഗ് ബേസ് കാണാം. അതുപോലെ തന്നെ 2 ബെഡ്റൂമിൽ നിന്ന് ഈ ഡൈനിങ് ഹാളിലേക്കാണ്, ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്കാണ്.
നേരെ കിച്ചണിലേക്കാണ്. കിച്ചണും ഡൈനിങ് ഹാളും കൂടി ഒരു വലിയൊരു ഭിത്തിയുടെ മറവൊന്നുമില്ലാതെ തന്നെ കിച്ചണും മറ്റേ ഡൈനിങ് ഹാളും കൂടിയും ജോയിൻ്റ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ പറഗോള വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ കിച്ചൻ്റെ പോർഷനുകളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കിച്ചൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അവിടെ വെക്കണം, അല്ലെങ്കിൽ വെക്കണ്ട, അപ്പോൾ ഇവിടെ ഇനി എന്തൊക്കെ വെക്കാമായിരുന്നു, ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അയച്ചു തരണം. ഇപ്പോൾ ഇതിൻ്റെ താഴെ സ്ഥിതിയൊക്കെ കീബോർഡുകളാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ബോർഡ്, പാനൽ ബോർഡ് ഒക്കെയാണ്. നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും സൂക്ഷിക്കാം. കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മുകളിലായിട്ടും സ്ഥലങ്ങളുണ്ട്, അടിയിലായിട്ടും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കിച്ചൺ സ്ലാബിൻ്റെ അടിയിലൊക്കെ കിച്ചൺ ബോക്സുകളാണ് ഫുള്ള്. പാത്രങ്ങൾ വെക്കുക, അതുപോലെ എല്ലാ സാധനവും ഒരുവിധം മെറ്റീരിയൽസൊക്കെ അതിൻ്റെ അടിയിൽ ഒതുങ്ങും. ഇപ്പോൾ ഈ ഇവിടെ നിന്നാണ് കാണുന്നതാണ് ചെറിയ കുഞ്ഞ് വർക്ക് ഏരിയ. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് കിച്ചൻ്റെ വേർഷനും അതുപോലെ തന്നെ ഡൈനിങ് ഹാളും കൂടി ഇങ്ങനെ കഴിഞ്ഞ് നമുക്ക് ഇനി വലത്തോട്ട് ഇങ്ങനെ തിരിയുമ്പോഴാണ് നമ്മുടെ ബെഡ്റൂമിലേക്ക് കിടക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണ നമുക്ക് ശരിക്ക് സാലറി മാത്രം പോരല്ലോ. വർക്കിൽ അതിൻ്റേതായ തനിമ കാണിക്കുന്നതാണ് മറ്റേ സതീഷ് മണ്ണാർക്കാട്. അതുപോലെ തന്നെ നമുക്ക് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കലാവിരുതാണ് ഇപ്പോൾ ഒരു വീട് ഇങ്ങനെ ആക്കി തീർക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇതാണ് ബെഡ്റൂമിലേക്ക് നമ്മൾ കയറി. ബെഡ്റൂമിൽ ഓവറായിട്ട് ഡിസൈനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളൊരു സാധാരണക്കാരൻ്റെ ഒരു ബെഡ്റൂമാണ് അവിടെ വേണ്ടത്. നമുക്കിതാ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂം അതുപോലെ തന്നെ കാര്യമായിട്ട് എസിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഫാനുണ്ട്, പിന്നെ ഇതാ ഒരു കട്ടിലുണ്ട്, ബോക്സ് ടൈപ്പിലുള്ള ഒരു കട്ടിലാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മളൊരു ഈ കാണുന്നതാണ് നമ്മുടെ അലമാരയോട് കൂടിയിട്ടിട്ട് നമ്മുടെ ഷർട്ടൊക്കെ തൂക്കുക, അതുപോലെ മൊത്തം. അത് കഴിഞ്ഞിട്ട് തന്നെ വലിയൊരു വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട്. അതും അടിപൊളി ഡിസൈനിങ് ആണ്. ജനൽ കൊടുത്തിരിക്കുന്ന അടിപൊളി ഡിസൈനിങ് ആണ്. അത് കഴിഞ്ഞിട്ട് നേരെ അറ്റാച്ച് ബാത്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ ബാത്റൂമിൻ്റെ വർക്ക് പറയുകയാണെങ്കിൽ ബാത്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുള്ള് ബാത്റൂം റിച്ച് ആയിട്ടാണ് പണിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പണീനെ പറ്റിയിട്ടാണ് കൂടുതൽ ശരിക്കും വർണ്ണിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം നമുക്ക് കാണുന്ന തരത്തിലൊന്നും ഇതിൽ ഫിറ്റിങ്സ് ഇല്ല. ഇതൊക്കെ ചുമരിൻ്റെ ഉള്ളിൽ തന്നെ കവർ ചെയ്തിട്ടുള്ള ഫിറ്റിങ്സ് ആണ്. ബാത്റൂമിൻ്റെ പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് മണർക്കാടാണ്. പിന്നെ അതുപോലെ തന്നെ റിയാസ്, ഇവർ പാർട്ട്നേഴ്സാണ്. ഏത് തരത്തിലുള്ള ബാത്റൂമിൻ്റെ അതേപോലെ പ്ലംബിങ്, ഒരു വീടിൻ്റെ മൊത്തം പ്ലംബിങ്ങും ചെയ്യുന്നതാണ് ശ്രീജിത്ത്, അതേപോലെ റിയാസ്. അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ നിരീക്ഷിച്ചാൽ കാണാവുന്നതാണ്. ഇപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മളിപ്പോൾ നേരെ പോണത് ഇപ്പോൾ അടുത്ത ബെഡ്റൂമിലേക്കാണ്. ഇപ്പോൾ താഴെ 2 ബെഡ്റൂമാണ് മൊത്തത്തിലുള്ളത്. ഈ ബെഡ്റൂമിനൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. മറ്റേ ബെഡ്റൂം കണ്ട പോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ഈ ബെഡ്റൂമിൽ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ ബെഡ്റൂമുകൾ തേച്ച് കാണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അത് കാണിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിൽ വന്നിട്ട് 2 വിൻഡോ ആണ്, 2 വലിപ്പത്തിലുള്ള 2 വിൻഡോ ആണ് സ്ഥിതി ചെയ്യണത്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വിൻഡോ ആണ്. നല്ല വെളിച്ചം കിട്ടും, കാറ്റ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നേരെ കാണുന്നത് അതേപോലത്തുള്ള ഒരേ ഡിസൈനിലുള്ള അലമാരയാണ് ഇത് ചെയ്യുന്നത്. ഈ അലമാരയൊക്കെ പോളിഷ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് സതീഷ് മണ്ണാർക്കാടാണ്. ഈ കട്ടിൽ വന്നിട്ട് ബോക്സ് ടൈപ്പ് തന്നെയാണ് ഇവിടെയും വെച്ചിരിക്കുന്നത്. പിന്നെ ഇതും സതീഷ് മണ്ണാർക്കാടിൻ്റെ ഒരു കലാവിരുതാണ്. പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് സതീഷ് മണ്ണാർക്കാടാണ്. പിന്നെ നേരെ ഇതേപോലെ തന്നെ അറ്റാച്ച്ഡ് ഒരു ബാത്റൂം കൂടി ഇതിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. നേരെ നമ്മൾ ഇങ്ങനെ വലത്തോട്ട് തിരിയുകയാണെങ്കിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അത് ബാത്റൂമിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫുള്ള് ശ്രീജിത്ത്, അതേപോലെ തന്നെ റിയാസ് മണ്ണാർക്കാടിൻ്റെയാണ്. ഇവരെയൊക്കെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ ഒന്ന് ഇതിൽ കോണ്ടാക്ട് ചെയ്യുക. ഇനി അതിൽ ഏത് വർക്കേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര പെർഫെക്ഷനാണ്. ബാത്റൂമൊക്കെ അടിപൊളിയായിട്ട് സിമ്പിൾ ഡിസൈനാണ് തോന്നുകയാണെങ്കിലും വളരെ പെർഫെക്റ്റ് ആയിട്ട്
ഒക്കെ ചുമരിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങുന്ന രീതിയിലാണ് റിയാസും ശ്രീജിത്തും ചെയ്തിരിക്കുന്നത്. ശ്രീജിത്തിൻ്റെയും അതുപോലെ തന്നെ റിയാസിൻ്റെയും ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര പെർഫെക്ഷനുള്ള പണിക്കാരാണ്, വർക്കേഴ്സാണ്. ഇപ്പോൾ ഏത് തരത്തിലുള്ള വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അയാൾ വളരെ ക്ലിയർ ആക്കി തരുന്നതാണ്. ഇപ്പോൾ ഈ ബാത്റൂമിൻ്റെ വർക്ക് മാത്രമല്ല, അതുപോലെ തന്നെ മൊത്തം പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ശ്രീജിത്ത് ചെയ്യും. ഇപ്പോൾ അങ്ങനെ വന്നിട്ട് നമുക്കിപ്പോൾ ഈ ഡൈനിങ് ഹാളിൽ നിന്നാണ് ഇപ്പോൾ സ്റ്റെയർ കേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേഴ്സിൽ വന്നിട്ട് ഫുള്ള് സ്റ്റീലിൻ്റെ പാനൽ കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ പാനലാകുമ്പോൾ ഒരു കാലത്ത് നമുക്ക് അതിൽ പെയിൻറ്റോ ബാക്കി കാര്യങ്ങളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ച ഫിനിഷിങ് എല്ലാ കാലത്തും അതുപോലെ തന്നെ ഉണ്ടാവും. ആ ഫിനിഷിങ്ങും ക്ലാരിറ്റിയും അതുപോലെ തന്നെ നിലനിൽക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ സ്റ്റീലിൻ്റെ പാനൽ കൊണ്ട് നിർമ്മിച്ചിരുന്നത്. ഫ്ലോറും കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഫ്ലോറൊക്കെ വളരെ ഭംഗിയായി നമ്മുടെ മുഖം കാണുന്ന ഒരു രീതിയിലാണ് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞു. ഫസ്റ്റ് ഫ്ലോറിൻ്റെ നിലത്തുള്ള നമ്മുടെ ക്യാമറയുടെ ബിംബമാണ് ഇപ്പോൾ കാണുന്നത്, പ്രതിരൂപമാണ് ഇപ്പോൾ കാണുന്നത്. മുകളിൽ സ്ഥിതി ചെയ്യുന്നത് 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂമും അതുപോലെ തന്നെ വലിയ ഒരു മറ്റേ വിൻഡോ, അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റെയർകേസിൻ്റെ അവിടെയും വലിയ ഒരു വിൻഡോ പുറത്തേക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ പാനൽ ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റെയർകേസിൻ്റെ ഇവിടെ നമ്മൾ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് നമുക്ക് ആരെങ്കിലും വിസിറ്റേഴ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ആരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ കഴിയും. അവിടെയും അതേപോലെ തന്നെ വലിയൊരു പുറത്തേക്കുള്ള ഒരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് പുറത്തേക്കുള്ള വഴി, ഓപ്പൺ ടെറസിലേക്കുള്ള വഴി. ഓപ്പൺ ടെറസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബാൽക്കണി രൂപത്തിലാണ് ഇപ്പോൾ അതുള്ളത്. ഇപ്പോൾ ഇവിടെയും ഈ സ്റ്റീലിൻ്റെ പാനൽ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ ഇവിടെയും ഫുള്ള് പാനൽ ബോർഡ് ഇതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഫുള്ള് നേരെ കാണാൻ പറ്റില്ല. വിസിറ്റേഴ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും. ഫുള്ള് ഈ ഫുള്ള് വീട് പുട്ടി വർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ സതീഷ് മണ്ണാർക്കാടിൻ്റെ കൈകളിലാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഇത്രയും ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. മൊത്തം ഇപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റർ പണി, പടവ്, തേപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയ്യപ്പൻകുട്ടി മണ്ണാർക്കാടാണ് ഇപ്പോൾ ഇത്രയും ഈ വീട് ഈ രൂപത്തിലാക്കി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പെയിൻറ്റിങ്ങും പുട്ടി വർക്ക്, പോളിഷ് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സതീഷ് മണ്ണാർക്കാട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വീടിനെ സംബന്ധിച്ച് വീടിൻ്റെ മൊത്തം മറ്റേ വയറിങ് കാര്യങ്ങൾ, ഇലക്ട്രീഷ്യൽ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് മണ്ണാർക്കാട് വിനോദ് ചേട്ടനാണ് ഫുള്ള് ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെയർ കേസ് കറക്റ്റ് 150 വീതിക്ക് കറക്റ്റ് സ്റ്റെയർ മാത്രം ഒതുങ്ങിയിട്ടുള്ള ഒരു സ്റ്റെയറാണ്. ഓവറായിട്ട് സ്പേസോ കാര്യങ്ങളൊന്നും പോകണില്ല. അപ്പോൾ നേരെ ഇപ്പോൾ അവിടുന്ന് കയറി വന്നപ്പോൾ ഇതെങ്ങനെയുള്ളൊരു വിൻഡോ, ഇതൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ, നല്ല ഫുള്ളും കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അടുത്തടുത്ത് വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഫുള്ള് എടുത്ത് കാണിച്ചില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എല്ലാ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോറൊക്കെ വളരെ ക്ലിയറാണ്. ഇപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂമാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോണത്. ഫ്ലോറൊക്കെ അടിപൊളി, നല്ല പോളിഷ് ചെയ്ത് അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂം. സെയിം മെറ്റീരിയലിന് സെയിം വലിയ മാറ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു വലിയ വിൻഡോ ഉണ്ട്. അതുപോലെ തന്നെ മുകളിലത്തെ ഫ്ലോറിൽ കുറച്ച് ചൂട് ഉണ്ടാവുന്നുള്ളത് കൊണ്ട് തന്നെ 2 ഫ്ലോറിലും AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഈ ബെഡിനൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിലും ബോക്സ് ടൈപ്പ് അല്ല ഇവിടെയുള്ള ബെഡ്. ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ശ്രീജിത്തും റിയാസിൻ്റെയും കലാവിരുതിലാണ് ഒതുങ്ങുന്നത്. അതിപ്പോൾ സതീഷിൻ്റെ കലാവിരുതാണ്. ഈ അലമാര സ്ഥിതി ചെയ്യുന്നതൊക്കെ സതീഷ് മണ്ണാർക്കാടാണ് ഇങ്ങനെ പുട്ടി
ഡിസൈനിങ്ങോ കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ല. ഫ്ലോറൊക്കെ കണ്ടില്ലേ, ഫ്ലോറൊക്കെ പക്ക ക്ലിയറാണ്, വളരെ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. മുകളിലും ഇതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത്. അപ്പോൾ താഴെയും മറ്റേ ബെഡ്റൂമിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് മുകളിലും ഉള്ളത്. മുകളിൽ വന്നിട്ട് 2 ബെഡ്റൂമും 2 അറ്റാച്ച്ഡ് ബാത്റൂമാണുള്ളത്. ഈ ബാത്റൂമൊക്കെ റിപ്പീറ്റഡ് അടിക്കുകയാണ്. റിയാസ്, ശ്രീജിത്ത് അടിപൊളി വർക്കേഴ്സാണ്. എന്തായാലും പക്ക ക്ലിയറിലാണ് അവരുടെ വർക്ക്. പെർഫെക്ഷൻ്റെ കാര്യത്തിലായാലും എങ്ങനെയായാലും. നമ്പറൊക്കെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക. മെറ്റീരിയലിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റമല്ല, അതേപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ റിയാസിന് അതുപോലെ ശ്രീജിത്തിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ഇനി ഓപ്പൺ ടെറസിലേക്ക്. ഇതൊരു ഓപ്പൺ ടെറസാണ്. ഇതിപ്പോൾ ഡിസൈനൊക്കെ വന്നപ്പോൾ ഈ രൂപത്തിലായി എന്നുള്ളൂ. ഒരു ഓപ്പൺ ടെറസ് രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതുള്ളത്. ഇനി നേരെ ഇങ്ങനെ മട്ടപ്ലാവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക. അതുപോലെ തന്നെ ഓപ്പൺ ടെറസാണോ വെച്ചാൽ ഓപ്പൺ ടെറസ് ആണ്. അപ്പോൾ നമുക്ക് കാറ്റ് കൊള്ളാം, വിശ്രമിക്കാനിരിക്കുക, ഇനിയിപ്പോൾ വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടുന്ന് പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ അടിപൊളി നല്ല നല്ല കാഴ്ചകളാണ് ഒക്കെ ഉള്ളത്. പുറത്തേക്ക് അധികം അടുത്തടുത്ത് വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല മനോഹരമായ കാഴ്ചയാണ്. അങ്ങനെ ഈ വീടിൻ്റെ ഫുള്ള് ഉൾക്കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് എന്നെ എഴുതി അറിയിക്കുക. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു അടിപൊളി കിടുക്കാച്ചി വീഡിയോയിൽ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ താൽക്കാലികം വിടവാങ്ങുന്നു. കുറ്റിക്കാട്ടിൽ വ്ളോഗ്. സി യു, ബൈ.